എല്ലാവർക്കും നമസ്കാരം. ശ്രീസ് മൊമെന്റ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തിയിരിക്കുകയാണ്. ഭഗവാനെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയപതാക സ്റ്റോറിൽ വന്നു. ഇവിടെ നിന്നൊരു വിശേഷമുണ്ട്. സെപ്റ്റംബറിൽ പോകുന്ന വൃന്ദാവന യാത്രയിൽ 2 പേരെ സൗജന്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. ഭഗവാന്റെ ആ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവർ ആരാണെന്ന് നമുക്ക് നോക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ, നമ്മളിപ്പോൾ 2025 സെപ്റ്റംബർ 17 ഗുരുവായൂർ ജയപതാക സ്റ്റോറിൽ നിന്ന് പോകുന്ന വൃന്ദാവന യാത്രയുടെ നറുക്കെടുപ്പിലാണ്. നമ്മൾ ഓരോ യാത്രയിലും ഇവിടെ 2 പേരെ ഫ്രീ ആയിട്ട് നറുക്കെടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറേ പേര് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ഒരു നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാരണം വരും, അമ്മ തന്നെ വരും. തത്സമയം അവിടെ വന്നിട്ടുള്ള ഒരു മാതാജിയാണ് ഫസ്റ്റ് നമ്പർ എടുത്തിട്ടുള്ളത്. നമ്പർ 3 ആണ് കിട്ടിയിട്ടുള്ളത്. ഷോപ്പിലേക്ക് ആ സമയത്ത് വരുന്ന ആളുകളാണ് നമ്പറുകൾ എടുക്കുന്നത്. വളരെ വളരെ സുതാര്യമായ നറുക്കെടുപ്പാണ്. നമ്പർ 6 ആണ് രണ്ടാമത് കിട്ടിയിട്ടുള്ളത്. ഞാനും വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈമാണ്. അതും ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വളരെ വളരെ സന്തോഷമുണ്ട്. മൂന്നാമത് കിട്ടിയത് 9 ആണ്. 369 ആയിട്ടുണ്ട്. അടുത്ത നമ്പർ 8 ആണ്. അപ്പോൾ 3698 ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ രജിസ്റ്ററിൽ നോക്കാൻ പോവുകയാണ്. ഭഗവാൻ ഭാഗ്യം കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. പക്ഷേ അതവർക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. കാരണം ആ മാതാജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി എടുക്കാം. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തു ഒന്നുകൂടി കോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നമ്മുടെ സെപ്റ്റംബർ 2025 വൃന്ദാവന യാത്രയുടെ 2ാമത്തെ നറുക്കെടുപ്പാണ്. ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് രാഗി ദീപക് ചെന്നൈയാണ്. അവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറച്ച് സമയം കൂടി അവരെ വെയിറ്റ് ചെയ്യുന്നു. 2ാമത്തെ നറുക്കെടുപ്പിൽ ആരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് നോക്കാം. മാലിനിയാണ് ഫസ്റ്റ് നമ്പർ എടുക്കുന്നത്. മാലിനി എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ നൈബറാണ്. അപ്പോൾ മാലിനിക്കും അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ഫസ്റ്റ് നമ്പർ 2 ആണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതുപോലുള്ള നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത് എന്നൊരു ഡൗട്ട് വരും. ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നവരും അതുപോലെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നവരും അവിടെ രജിസ്റ്റർ ചെയ്യാൻ ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങളുടെ നമ്പർ അവിടെ രജിസ്റ്റർ ആവും. അതോടൊപ്പം ഫോൺ നമ്പറും കൂടി, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും കൂടി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥനയോടെ 4 നമ്പർ എടുത്തു കഴിഞ്ഞു. 2289 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആരാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ നറുക്കെടുപ്പിലും ഒരു മാതാജിയാണ് വന്നിട്ടുള്ളത്. ഇന്ദിര എന്നാണ് അവരുടെ പേര്. പക്ഷേ 2 പേരെയും കോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഭഗവാനോട് ചോദിക്കണം എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന്. ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ ചോദിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യത്തെ 2 പേർക്കും ഭാഗ്യമുണ്ടായി. പക്ഷേ അത് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കൊരു വീണ്ടും നറുക്കെടുക്കേണ്ടി വന്നു. അവരെ 2 പേരെയും ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 2ാമത് നറുക്കെടുത്തു. ഇതാ ഫസ്റ്റ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ജയപതാകയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് ആദ്യമായിട്ടല്ല പോകുന്നത്. ഇവിടുന്ന് ഓരോ വർഷവും ഇതുപോലെ പോകുന്നുണ്ട്. ഓരോ തവണ പോകുമ്പോഴും ഇതുപോലെ നറുക്കെടുത്തിട്ട് 2 പേർക്ക് യാത്ര സൗജന്യമായിരിക്കും. 2 പേരെയാണ് സൗജന്യമായിട്ട് കൊണ്ടുപോകുന്നത്. 2ാമത് നറുക്കെടുത്തു. 2ാമത്തെ നറുക്കെടുപ്പിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് 3302 സജീവ് തത്തമംഗലം ആണ് അനുഗ്രഹീതനായിട്ടുള്ളത്. പ്രഭു അദ്ദേഹത്തെ കോൾ ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗ്യ നമ്പർ 2706 ആണ്. സിന്ധു വിനു എറണാകുളം ആണ് ആ മാതാജി. അപ്പോൾ ഇവർ 2 പേരും ഓക്കെയാണ്. 2 പേരും അടുത്ത വൃന്ദാവന യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരുമിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മുടെ നമ്പർ വന്നിട്ടില്ല. എന്തെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡ്രസ് മാച്ച് നോക്കിയിട്ട് ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൽ രാധ എന്നെഴുതിയത് കണ്ടത്. എനിക്ക് ശരിക്കും അത്ഭുതമായി. ഞാനതൊന്നും കണ്ടിട്ടല്ല വാങ്ങിച്ചെടുത്തിട്ടത്.
കർപ്പൂരിലെ അഭിഷേകമാണ്, നല്ല സുഗന്ധമാണ്. ഇത് ശരീരത്തൊന്ന് തൊട്ട് കൊടുത്താൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്ന് ഞാൻ രണ്ടാമതും അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് രാമായണ മാസത്തിൽ, അതായത് ജൂലൈ 1 മുതൽ കർക്കിടകം അവസാനിക്കുന്നത് വരെ രാമായണം, ഭഗവത്ഗീത തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങൾ വാങ്ങിക്കുന്നവർക്ക് സൗജന്യമായിട്ട് ജപമാല കിട്ടും. ജപമാല മാത്രമല്ല, ഒരു രാമചിത്രം കൂടി സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ പോവാണ്. ജയപതാക ഷോപ്പിൻ്റെ മറ്റൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മറ്റൊരു പുതിയ വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.